ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് 11th of September, 13th of September, അതായത് മറ്റന്നാൾ എൻ്റെ ബർത്തു അഥവാ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഭർത്തുവിനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ പൊതുവെ ഞാൻ സർപ്രൈസിനാണ്, പക്ഷേ നമ്മൾ പരിചയപ്പെട്ട് തൊട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാം ഭർത്തുവാണ് തരുന്നത്. അപ്പോൾ എനിക്കൊരു ടഫ് കോമ്പറ്റീഷൻ ആയിട്ടാണ് ഭർത്തു എൻ്റെ ലൈഫിൽ വന്നത്. അപ്പോൾ പൊതുവെ എനിക്ക് സർപ്രൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആൾക്കാരെങ്കിൽ സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഭർത്തുവിന് എന്തായാലും നമ്മൾ നല്ല സർപ്രൈസ് കൊടുക്കണം. പക്ഷേ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ സ്വീഡനിൽ സർപ്രൈസ് കൊടുക്കാൻ, മുംബൈയിൽ അല്ലെങ്കിൽ എൻ്റെ പരിചയമുള്ള കുറച്ച് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റിയത്. പക്ഷേ ഞാൻ എൻ്റെ ബെസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം നല്ല കുറേ മുന്നേ തന്നെ എന്താ പറയുക തട്ടിക്കൂട്ടി ഭർത്തു പറയാതെ ഇത്രയും ദിവസം 11th വരെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും നേരം പിടിച്ചു വെച്ചു. അതിനിപ്പോൾ ഒരു ദിവസം നാളെ കൂടെ പിടിച്ച് വെക്കേണ്ടത്. നാളെ ഒരു 12 മണി ഇന്ത്യൻ ടൈം 12 മണിക്ക് ഞാൻ കൊടുക്കും. കാരണം ഇവിടെ ആണെങ്കിൽ ഇനി 3.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നെ കൊണ്ട് പറ്റില്ല. ഭർത്തുവിൻ്റെ ബർത്ത്ഡേക്ക് ഭർത്തുവിന് കൊടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങൾ മറ്റേ ലിപ്സ്റ്റിക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഭർത്തുവിന് ആവശ്യമുള്ളത്, എന്തൊക്കെ എൻ്റെ ഒരു ഇതിൽ നിഗമനത്തിനെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്നത് ഭർത്തു അറിയാതെ ഞാൻ ഒപ്പിച്ചു, എല്ലാം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചിലതൊക്കെ റാപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പെട്ടിയിൽ നമ്പർ ലോക്കൊക്കെ ഇട്ടിട്ട് ഭർത്തുവിനോടുള്ള നമ്പർ എന്ന് പറയാതെ അത്രയും കുറച്ച് ദിവസമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഗിഫ്റ്റ് റാപ്പറും ഒപ്പിച്ചത് ഭർത്ത് അറിയേണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നാളെയാണ് ഞാൻ ഡെക്കോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നാളെ ഭർത്തു വരുന്നേക്കാൾ മുന്നേ ഡെക്കോർ ചെയ്ത് വെച്ചിട്ട് 12 മണിയാകുമ്പോഴേക്കും സർപ്രൈസ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ എൻ്റെ ഗിഫ്റ്റ് റാപ്പർ ഞാൻ അങ്ങനെ ഒപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗിഫ്റ്റ് റാപ്പ് കൊണ്ടുവന്ന ഭർത്തുവിന് മനസ്സിലാവും. സോ ഗിഫ്റ്റ് റാപ്പ് തീരും ചെയ്തു. അപ്പം ഞാനിന്ന് DIY ആയിട്ട് ഞാൻ ഇരുന്ന് ഉറക്കത്തിൽ തലയും കുത്തി മറിഞ്ഞ് ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ ഇവിടെ സാധനം ഡെലിവർ ആവില്ല എന്ന് തന്നെ. കൂടാതെ ഞാൻ പുറത്ത് പോയി വാങ്ങേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ദൂരെയാണ്. ഭർത്തു വേണം എനിക്ക് പോകാൻ പുറത്ത്. അതെല്ലാണ്ടും പോവാം, പക്ഷേ ഇന്ന് മഴയൊക്കെയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. സോ ഞാൻ അത് ഒഴിവാക്കി വീട്ടിൽ നിന്ന് ഏതായാലും പൊട്ടിക്കാനുള്ള സാധനമല്ല. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കഷ്ടപ്പെടണമെന്നല്ല, ബട്ട് അത് ഭർത്തുവിന് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവാതിരിക്കും ഇത്ര ദിവസം കഷ്ടപ്പെട്ട് വെറുതെ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ ഇങ്ങനത്തെ വൈറ്റ് എൻവലപ്പോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുകൊണ്ട് ബാക്കിയുള്ള ഗിഫ്റ്റ് റാപ്പ് ചെയ്യും. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് ബാക്കിയുള്ള ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല, കാരണം ഭർത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ചുഖം. സോ ഞാൻ എന്തായാലും ഈ പരിപാടി എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നാളെ, അതായത് 12-ാം തീയതി ഞാൻ റൂമൊക്കെ ഡെക്കോർ സാധനങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചു. ഇതൊന്നും ഭർത്തുവിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവില്ല എന്നൊരു നിഗമനം. ആ പെട്ടിയിൽ എന്തുണ്ടെന്ന് അറിയാം, പക്ഷെ ഇത്രയും ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നതൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സോ നമുക്ക് തൽക്കാലം ഈ പരിപാടി ചെയ്യാം. ഓക്കെ, ഭർത്തു ഐ ലവ് യു. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോൾ തൽക്കാലത്തെ കോലം. ഇതൊക്കെ ഞാൻ ഓൾറെഡി റാപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ഇനി ചിലതിൽ അതിൽ റാപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നമ്മൾ ഇപ്പോൾ റാപ്പ് ചെയ്യും. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫേർട്സ് ആണല്ലോ നോക്കേണ്ടത്, അല്ലേ? എഫേർട്സ് അല്ലേ നമ്മൾ നോക്കണ്ടേ? അതിൻ്റെ ഉള്ള എന്ത് തേങ്ങ എണ്ണ ഒന്നൊന്നല്ല, ബട്ട് എഫേർട്സ് എടുക്കുന്നുണ്ടോ അതിലാണ് കാര്യം എന്ന് ഞാൻ പറയുന്നു. ഇനി റാപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് ഇതൊന്ന് എടുത്ത് വെക്കാം. എനിക്കിഷ്ടമാണ്. പണ്ട് തൊട്ട് ഇങ്ങനെ ഉടായ്പകൾ ചെയ്യാൻ ഇഷ്ടമാണ്. സോ അപ്പോൾ ഈ എൻവലപ്പ് പറയുമ്പോൾ ലെറ്ററൊക്കെ അയക്കാൻ, ഇവിടെ ലെറ്റർ അയക്കാൻ വേണ്ടിയിട്ട് മെയിലിനെ കൂടുതൽ ഇതാണ് എന്താ പറയുക, ബൈ പോസ്റ്റ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടും ഞാൻ ഈ സാധനം വെച്ച് പിന്നെ ലിപ്സ്റ്റിക് വേണ്ട, നമുക്ക് അടുത്ത ലിപ്സ്റ്റിക് ഒരു യൂസ് ചെയ്യാത്ത ലിപ്സ്റ്റിക് പറഞ്ഞാൽ ഞാൻ ഡേറ്റ് കഴിയാറായ അങ്ങനത്തെ ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ഒറ്റ റാപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഗിഫ്റ്റ് ഇതിൽ വെച്ചു. ഓക്കെ, ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇത്രയൊക്കെ മറ്റേതൊക്കെ ഞാൻ വളരെ പ്രൊഫഷണലിസം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനൊക്കെ എത്രയൊക്കെ മതി. കോമഡി എന്ന് വെച്ചാൽ ഭർത്തി കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഐറ്റം പോയി വാങ്ങിച്ചോണ്ടോ, അതെനിക്ക് വിഷയമുള്ള കാര്യം. നമ്മളിപ്പോഴത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ, അല്ലേ? ഇതിനാ വെറുതെ ഫ്യൂച്ചറിൻ്റെ കാലം ആലോചിച്ച് സ്ട്രെസ്സാണ്. ഞാൻ അതിൽ ഉൾപ്പെട്ട ആളല്ല. സോ ഐ ഡോണ്ട് കെയർ. സീ, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഞാൻ റാപ്പ് ചെയ്തത്. ഇതിപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ അല്ല, ഇതെങ്ങനെ ബ്യൂട്ടിഫുൾ ആവാൻ പോകണമെന്ന് ഞാൻ കാണിച്ചത്. ഇവിടെ പാളിപ്പോലെ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇങ്ങനെ എടുത്തിട്ട് നോക്കാം. ഇത് കണ്ടോ ഗൈസ്, ഹാർട്ട്. അപ്പോൾ ഇങ്ങനെ ഫുൾ ഹാർട്ട് ഇതൊരു കവറായിട്ട് മാറും. കാരണം പ്ലെയിൻ ആയ വെച്ചാൽ അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ
ഇത് ഞാൻ എവിടെ നോക്കിയതല്ല, ഇത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ, പക്ഷെ ഇത് എൻ്റെ മാത്രം ബുദ്ധിയാണ്. ഇവിടെ സ്വീഡനിൽ എൻ്റെ മാത്രം ബുദ്ധിയാണിത്. ഇതിൻ്റെ കോപ്പിറൈറ്റ് എൻ്റെ അടുത്തുണ്ട്. സോ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് തരണം. കോപ്പിറൈറ്റ് അല്ല, എന്തെങ്കിലും തരണം. ലിപ്സ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷെ അതൊക്കെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ്. ഇതൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ടില്ല, എന്തെങ്കിലും നാളെ വരുന്ന സാധനം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് വേണമെങ്കിൽ അതിൽ ഞാൻ ചെയ്തിട്ട് ഡെക്കോറേറ്റ്. പക്ഷെ ഇത് നല്ല ഭംഗിയായിട്ടില്ലേ? എനിക്ക് ലിപ്സ്റ്റിക്കിന് നല്ല മണവും വരുന്നുണ്ട്. ഞാൻ പണ്ടേ ഭയങ്കര ബുദ്ധിജീവിയാണ്, ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ വേറൊരു ഐറ്റം ഉണ്ട്. ഞാൻ വി എന്നാണ് എഴുതുന്നത്, അപ്പോൾ ഹാർട്ട് ആവുന്നുണ്ട്. വി ഫോർ വൈ ഷാർക്ക് ആൻഡ് വി ഫോർ ഹാർട്ട്. ഞാൻ എൻ്റെ ബ്ലഡ് കൊണ്ടാണ് ചെയ്തതെന്നൊക്കെ പറയും. ഇതൊക്കെ എല്ലാം ചെയ്ത് വരുമ്പോഴേക്കും നാളെ ആവുമെന്നാവും. നോക്കൂ ഗൈസ്. യാ, അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ റിബൺ കൊണ്ട് ഇതിനിങ്ങനെ കെട്ടി. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ദിൽവാല ഒക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ നിന്ന് കെട്ടിട്ടു. ഇതെല്ലാം ഗിഫ്റ്റ്സിനും കെട്ടി വയ്ക്കും. ബാക്കിൽ നോക്കണ്ട, മറ്റേ ഇങ്ങനെ നമ്മൾ ബാക്കി ഗിഫ്റ്റ് എല്ലാം കവർ ചെയ്തിട്ട് എല്ലാം പെട്ടിയിൽ വീണ്ടും ഭദ്രമായി സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് നമ്മൾ നാളത്തെ പരിപാടിക്ക് കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് 12th of September, ഞാൻ കുളിച്ച് കുട്ടപ്പിയായി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് ചെയ്യാൻ പോണത് ചുമരിൽ ഡെക്കറേഷനാണ്. പിന്നെ ചുമരിൽ ഞാൻ ഈ സാധനം എന്താ പറയുക, തുണി നമ്മൾ തോരയിടെല്ലാം എടുത്ത് വെക്കുമല്ലോ യൂസ് ചെയ്ത്, അത് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബലൂൺ ഇങ്ങനെ കറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചുമരിന് കുറേ ഇട്ട് പീഡിപ്പിക്കണമെന്ന് വിചാരിച്ചു, സാധനം ഒട്ടിച്ച്. അപ്പോൾ നമുക്ക് പോയി ചെയ്യാം. ഞാൻ പറഞ്ഞ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നതാണ് ഡെക്കറേഷൻ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇതാണ് റോസ് പെറ്റൽസ്. ഇത് കുറേ ഉണ്ട്, ഇതിൽ ഒരു 1000 റോസ് പെറ്റൽസ് ഉണ്ടെന്നുള്ളത് മൊത്തത്തിൽ. പിന്നെ ഇത് ഞാൻ കേക്കിൽ വെക്കാൻ വെച്ച ബർത്ത്ഡേ ടോപ്പർ. ഇത് നമ്മുടെ ബലൂൺസ് ആൻഡ് ഇത് ബർത്ത്ഡേ. ഇത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ദീപം. ഓക്കെ, സോ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് തുടങ്ങാം. പല്ലിയെ കുത്താനുള്ള സാധനമാണ്. നോക്ക് കല്യാണ രാമപ്പടത്തിൽ വെൽക്കത്തിനെ വെൽക്കം ചെയ്ത പോലെ ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം റാപ്പ് ചെയ്യും. ഇത് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും. ബർത്ത് BH. അപ്പോൾ ഞാൻ ബർത്ത്ഡേ വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ ബർത്ത്ഡേ വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ പോയി ഞാൻ തപ്പി വിളിക്കണം. എനിക്ക് ബലൂൺ പണ്ട് വീർപ്പിച്ച് ഭയങ്കര ശീലമുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലെല്ലാം ബർത്ത്ഡേക്ക് ഞാനാണ്, എൻ്റെ സ്വന്തം കാറ്റാണ് പോകാറ് എപ്പോഴും. അങ്ങനെ നമ്മുടെ ബലൂൺ ചേട്ടൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതേക്കോ ഇത് ഒരു 4-5 മണിക്കൂർ ഉള്ളാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം. ടേബിൾ അങ്ങനെ ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഗിഫ്റ്റൊക്കെ കുത്തി നിറച്ച് വെച്ച് അത് കേക്ക് വെക്കാനുള്ള ടേബിളും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേ റോസ് പെറ്റൽസ് കൂടി ഇട്ടിട്ട് നമ്മൾ തീർക്കും. മുകളിൽ കണ്ടോ ലൈറ്റ്സ് നൈസ് അല്ലേ? ये हमारा गिफ्ट, वो हमारा केक, वो हमारा चड़ी और ये हमारा बलून. And that's happy birthday. I did it. One eternity later. TV off ചെയ്തിട്ട് വരും.
Happy birthday to you. Happy birthday to you. Happy birthday dear Batru. Happy birthday to you. ഞെട്ടിയോ നീ? അങ്ങനെയുണ്ട്. നല്ല ഡ്രസ്സില്ലേ? വൈബായിട്ടില്ലേ? അപ്പൊ വാവെന്ന് പറ. ഇത് വാവിന്റെ അപ്പുറാണേ. ഇത് മാറാണല്ലോ. എന്റെ ഡെക്കോറൊക്കെ നോക്കൂ. അതെന്താ സാധനം മനസ്സിലായോ? സ്റ്റാൻഡ് മനസ്സിലായി. ഇത് രണ്ടെന്താന്ന് മനസ്സിലായോ? മനസ്സിലായി. എങ്ങനെയുണ്ട്? ഇത് ഹെവി. സൂപ്പർ. താങ്ക് യു ഹണി. ലെറ്റ് മീ ഗിവ് യു എ ഹഗ്. ഏട്ടാ ഇത് നീ വേറെ വേറെ ലെവലാക്കി മാറ്റി. ലൈറ്റ്സ് ഇട്ട് നോക്കുന്നു. ഓ അത് പൊളി. Happy birthday Bakru. Dear Bakru. Happy birthday to you. ചോറും സാമ്പാറും. Happy birthday Bakru. ഇപ്പൊ തന്നെ തുറക്കണം. തുറക്കണം. അങ്ങനെ പറയോ? പറയും. നീ അതല്ലേ പറഞ്ഞത്. ഞാൻ പറയുമ്പോ പഠിച്ചാ മതി. ഇത് റാപ്പ് ഇടയ്ക്ക് മാവിൽ കാണുന്നത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ പിന്നെ വീഡിയോ കാണാൻ മനസ്സിലാവും. ഫ്രണ്ടിലത്തെ നോക്കിയോ? ഫ്രണ്ടിലത്തെ ക്യൂട്ടല്ലേ? ഉദ്ദേശിച്ച GTA പക്ഷെ GTA സമയത്ത് വന്നില്ല. അപ്പൊ സ്പൈഡർമാനെ കൊണ്ടുവന്നു. സൂപ്പർ. ഇത് ഹെയർ ഐറ്റം ആണ്. അമേരിക്കൻ ക്രൂഡ് ടാമ്പൂ ചണ്ടിച്ചതും ഒക്കെ ഉണ്ട്. സ്പൈഡർമാൻ എക്സൈറ്റഡ് ആണോ? കണ്ണിനെ ഡൈപ്പേഴ്സ് ഇത് തുറന്നോ? ഞാൻ വീഡിയോട് കാണിക്കുന്നുണ്ടാവും. ഞാൻ തുറക്ക് സമയമില്ല. ഇത് കാറില് തുറക്കാനുള്ള നല്ല ക്ലോത്ത്. ഉള്ള നല്ല സോഫ്റ്റ് വെയിറ്റ് ഇല്ല. എനിക്ക് ഓർമ്മയില്ല എന്താ മാറ്റി. അല്ലാതെ എനിക്ക് യൂസുള്ള കാര്യമാണ്. ഇത് മെയിനായിട്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താണ് ലെൻസ് അറിയോ? ഫോൺ വെക്കാനുള്ളതാ? കിട്ടില്ലേ? എന്റെ മോനെ നീ ലൈഫ് സേവറാണ്. എല്ലാ സാധനവും ലൈഫ് സേവറാണ്. നമുക്ക് യൂസുള്ള കാറിൽ വെക്കാണ്. കാറിൽ ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. ഒന്നും ഇല്ലാത്തല്ലേ? അടുത്ത് ഇതെന്താ? നിങ്ങൾ ട്രിമ്മർസ് വെക്കാം. അപ്പടി എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു സാധനവും തേങ്ങ ഞാൻ വാങ്ങിക്കാറില്ല. ഇപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിൽ നമുക്ക് വേണ്ടത് നോക്കിയിട്ട് വാങ്ങിത്തരുന്നത്. വേറൊരു കാര്യമാണ്. എന്ത്? ഡോക്യുമെന്റ്സ് വെക്കണം. ഇവിടെ ഫോൾഡറിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് കറക്റ്റ് വെക്കാൻ അതെങ്ങനെയുണ്ട്? അങ്ങനെ ബുദ്ധി എങ്ങനെ വർക്ക് ചെയ്ത് നോക്കിയോ? മനസ്സിലാവുന്നില്ലേ? അത് ഇന്ത്യയിൽ മാത്രം കിട്ടാവുന്ന അങ്ങനെ ഇതൊക്കെ കുറേ ദിവസം പറ്റില്ല കൺട്രോൾ ചെയ്ത് വെച്ചതാ. ഫുള്ള് ഓർക്കൂ. അതെങ്ങനെയാണ്? ഞാൻ എത്ര ദിവസം ഉണ്ടാതിരിക്കണം. ഫുഡ് കെയർ ഇത് നിങ്ങൾക്ക് ഷൂട്ട് അവർ ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ്. അതെങ്ങനെയുണ്ട്? സൂപ്പർ.
വെച്ചാൽ അതേപോലത്തെ ടീഷർട്ട് ഫുൾ ഷോർട്സ് കൂൾ അത് ഇട്ടോക്കണം ചെറുപ്പിൽ ഫിറ്റ് ആവുള്ളൂ. പിന്നെ നീ ഉണ്ടല്ലോ നാളെ സൂപ്പർ സാധനം വരാനുണ്ട്. നാളെ വന്നിട്ടുണ്ട്, അതെടുക്കാൻ പോകണം. അത് എനിക്ക് തോന്നണം ഗസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നാളെ ഗസ് ചെയ്യണ്ട. എന്തായിരിക്കും സൺഗ്ലാസ്? അത് എന്നോട് നേരത്തെ ചോദിച്ചില്ല സൺഗ്ലാസ് ആണോ? ഇപ്പൊ ഇവിടെ നമുക്ക് ഇരിക്കുമ്പോ വീഡിയോയിലുണ്ടോ? അത് നീ കൊറേ ആയിട്ട് അതെനിക്ക് ഗസ്റ്റിലുണ്ടായിരുന്നു, അതാണ് നീ വാങ്ങാൻ കുറെ വർഷം പറഞ്ഞ സാധനം. എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ, ഏറ്റവും അടിപൊളി ബർത്ത്ഡേ. ലൈഫിൽ നമുക്ക് എന്താ വേണ്ട സാധനം കണ്ടറിഞ്ഞ് ഒരാൾ ഗിഫ്റ്റ് തരാം. ഞാനൊരു പ്രോ സെറ്റപ്പ് അടിപൊളിയാണ്. ആ സാധനം കൊള്ളേ, ആ സാധനം കൊള്ളില്ലേ അല്ലേ? ബൈ. The next day. അങ്ങനെ നമ്മുടെ ബർത്തുവിന്റെ ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. സിനോപ്റ്റിക്സിന്റെ ചോക്ലേറ്റ്സ് ഉണ്ട്, അത് കൊള്ളാം. ഇത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇത് നമുക്ക് ലെൻസ് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ഉണ്ട്. റെയ്ബാൻ ആണ് ഗൈസ് എൻ്റെ വൈഫിന്റെ ഗിഫ്റ്റ്. റെയ്ബാൻ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. എന്റെ പുതുപുത്തൻ റേബൻ ഗ്ലാസ് എന്നിട്ട് 2 ഡാൻസ് ഇടും പുറത്ത് ഇവിടെ നിന്നിട്ട് കേട്ടോ. നല്ല കവറല്ലേ, സൂപ്പർ മാർവേലിയസ്. നിങ്ങൾ ഇടുന്ന ടൈപ്പ് അല്ലേ? യെസ് ഓഫ് കോഴ്സ്. ആൻഡ് ഇതിൻ്റെ ഫ്രെയിം ബിഗ് ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസസും ബിഗ് ആണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ഗ്ലാസ്സസ് എനിക്ക് ഇഷ്ടമല്ല. ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ചെറുതായിരിക്കും, ചെറുത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇത് വലുതാണ്. അപ്പം എനിക്ക് ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആയിട്ട് ഞാൻ ലൈഫിൽ വാങ്ങിയ 2 ഗ്ലാസ്, ഒന്ന് ലക്കസിൻ്റെ ഗ്ലാസ് കൊണ്ടുണ്ടായിരുന്നു, ഞാൻ ബീച്ചിൽ കൊണ്ട് ചാടി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗൈസ് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. എനിക്ക് ഏറ്റവും എൻ്റെ ഫേസിന് കറക്റ്റ് റേഷ്യോയിൽ നിൽക്കുന്ന ഒരു ഗ്ലാസ് എൻ്റെ വൈഫ് ഓൺലൈനായിട്ട് വാങ്ങി. സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നോക്കൂ, സൂപ്പർ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനും എൻ്റെ സ്റ്റോറേജും ക്ലൗഡും ഒക്കെ വളരെ ഗുഡ് ടേംസിലായതുകൊണ്ട് ഇതിൻ്റെ ഇടയിലത്തെ കുറേ വീഡിയോസ് റെക്കോർഡായിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഫോണിലൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് എടുത്ത വീഡിയോ ആയാലും. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ബായൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.